വിലക്കയറ്റം രൂക്ഷമായിട്ടും വിപണി ഇടപെടലിന് സർക്കാർ തയ്യാറാവുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. സപ്ലൈകോയുടെ 50ാം വാർഷികത്തിൽ സർക്കാർ അതിന്റെ അന്തകരായി മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കുറവാണെന്ന് പറഞ്ഞ ഭക്ഷ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വിപണി ഇടപെടലിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. സംസ്ഥാനത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സകല മേഖലകളിലും വില കയറിയിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണെന്നും ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടകയെങ്കിലും ഉച്ചഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചുകൂടെയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ ചോദിച്ചു. സർ, ഒരു മാസത്തിലുണ്ടായിരിക്കുന്ന വ്യതിയാനം, തക്കാളി കഴിഞ്ഞ മാസം 40 രൂപയായിരുന്നു, ഇപ്പോൾ 80ആയി. ഇനി മത്സ്യത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മത്തിയുടെ വില ഇപ്പൊ എത്രയാ സർ? 300 രൂപയിലധികമായി ഇന്ന് 1 കിലോ മത്തിയുടെ വില മാറിയിട്ടുണ്ട് സർ. ചിക്കന് 170 രൂപ. ഇവിടെ 85 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു സർ. ഇപ്പൊ 85 രൂപയ്ക്ക് ചിക്കന്റെ കാല് പോലും കിട്ടാത്ത അവസ്ഥയിലായി. കേന്ദ്ര സർക്കാർ നയങ്ങളാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സാമ്പത്തിക പ്രതിസന്ധി വിപണി ഇടപെടലിനെ ബാധിച്ചുവെന്ന് മന്ത്രി തുറന്നു സമ്മതിച്ചു. കർണാടക, തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള തെലങ്കാന, അത് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ, ഒഡീഷ, അത് മറ്റ് സ്റ്റേറ്റുകൾ എടുത്തു നോക്കിയാൽ കേരളത്തെക്കാൾ എത്രയോ മുന്നിലാണ് അവർ. കേരളം അപ്പോഴും വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ പുറകിലല്ലേ കാണിക്കുന്നത്. ദേശീയ ശരാശരി അത് ഇതേവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മാതൃകാപരമായ ഒരു നിലപാടും ഒരു അവസ്ഥയും സൃഷ്ടിച്ച സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം നിങ്ങളും നമ്മളും എല്ലാം ഒരുപോലെ സമ്മതിക്കേണ്ട കാര്യമല്ലേ. പല സാധനങ്ങൾക്കും ഹോർട്ടികോർപ്പിലെ വില പൊതുവിപണിയേക്കാൾ കൂടുതലാണെന്ന് പ്രതിപക്ഷ നേതാവ്. സപ്ലൈകോയുടെ 50ാമത്തെ വർഷം അതിന്റെ അന്തകരായി മാറിയ സർക്കാർ എന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.